വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ വഞ്ചിക്കുളം ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. തൃശൂർ കോർപ്പറേഷന്റെ പുതുവത്സര സമ്മാനമായി പുത്തോൾ വഞ്ചിക്കുളം പാർക്കും അനുബന്ധ സംവിധാനങ്ങളും ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും മേയർ എം.കെ. വർഗീസ്. വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കോർപ്പറേഷൻ ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച വഞ്ചിക്കുളം പൈതൃക പദ്ധതിയുടെ ഭാഗമായി പാർക്ക് തയ്യാറായി കഴിഞ്ഞുവെങ്കിലും കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങളുടെ കുറവ് ഒരു പോരായ്മയായി തുടരുകയാണ്. പാർക്കിനോടനുബന്ധിച്ച് കുടുംബശ്രീ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വഞ്ചിക്കുളം ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെസ്റ്റിനോടനുബന്ധിച്ച് ബോട്ടിംഗ് തുടങ്ങാനാണ് പദ്ധതി. ഫെസ്റ്റ് കഴിഞ്ഞാലും ബോട്ടിംഗ് തുടർന്നു കൊണ്ടുപോകാനാകുമോ എന്ന കാര്യങ്ങളും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. കുളത്തിലെയും കനാലിലെയും ചണ്ടിയും കുളവാഴയും നീക്കി കനാലിലൂടെ പുറത്തേക്ക് ബോട്ട് സവാരി തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ സാധ്യതകളും പരിശോധിക്കും. ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ച് ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കൽ, റോഡ് വീതി കൂട്ടൽ, ടോയ് ട്രെയിലർ ഓടിക്കൽ തുടങ്ങി ഓരോ പ്രവൃത്തികളും ഘട്ടം ഘട്ടമായി ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും 2024 മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വഞ്ചിക്കുളത്തെ മാറ്റുമെന്നും മേയർ എം.കെ. വർഗീസും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും പറഞ്ഞു. വഞ്ചിക്കുളം ഫെസ്റ്റിന്റെ ഭാഗമായി നമ്മളൊരു ബോട്ടിംഗ് സംവിധാനം അതിനുവേണ്ടി, കാരണം ഒരു ബോട്ടിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ കുറേ നൂലാമാലകൾ, പുതുവർഷ സമ്മാനമായി തന്നെയാണ് നമ്മൾ ആ ബോട്ടിംഗ് തുടങ്ങി വെക്കുന്നത്. പക്ഷേ അത് നിരന്തരം ഒരു ഫെസ്റ്റിന്റെ ഭാഗമായാണ് തുടങ്ങുന്നത്. ആ ഫെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബാക്കി മാർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. 3 ദിവസത്തെ ഫെസ്റ്റാണ്. 3 ദിവസത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനൊരു സംരംഭത്തിനോടുള്ള താല്പര്യം എന്താണെന്ന് അറിയുകയും അവിടേക്ക് ആൾക്കാർ വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും പാർക്കും അനുബന്ധ സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ പതുക്കെ ഇനി ആ ബോട്ടിംഗ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന ഒരു സാഹചര്യം വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ദിവസത്തെ പരിപാടി വെച്ചേക്കുന്നത്. ഇനി ഫസ്റ്റ് തുടങ്ങുന്നു, അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബോട്ടിംഗ് സംവിധാനങ്ങൾ ആരംഭിക്കും. അത് ഈ ന്യൂ ഇയറിൻ്റെ സമ്മാനം തന്നെ. പണി പൂർത്തീകരിച്ച പാർക്കിൽ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. പാർക്കിൽ കുട്ടികളും സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ തന്നെ എത്തുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയുപകരണങ്ങളുടെ കുറവാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. പാർക്ക് രാവിലെ 8:30 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി CCTV നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. TCV തൃശൂർ.